പാലാ നിയോജക മണ്ഡലത്തിൽ നിഷാദ് ജോസ് കെ മാണി മത്സരിക്കുവാനുള്ള സാധ്യതകൾ ഏറുമ്പോൾ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉണ്ടാക്കുന്നത് വലിയ പൊട്ടിത്തെറികൾ. ജോസിന് പകരക്കാരിയായി നിഷ പാലായിൽ മാണി സി കാപ്പനെ എതിരിടാനിറങ്ങുമ്പോൾ പാർട്ടിയിലെ റോഷി വിഭാഗം കൂടുതൽ അസ്വസ്ഥമാവുകയാണ്. പാലായിലെ പൊതുവേദികളിലും ഉത്സവ പറമ്പുകളിലും നിഷയുടെ സജീവ സാന്നിധ്യം വെറുതെ അല്ലെന്നാണ് അണിയറ സംസാരം. കുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന നിഷയുടെ വീഡിയോ അടുത്തിടെ വൈറലായതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടിയിരിക്കുകയാണ്. എന്നാൽ കാര്യങ്ങൾ ജോസ് കെ മാണിയും നിഷയും വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല. നിഷയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയിൽ, പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ വിഭാഗത്തിൽ കടുത്ത അതൃപ്തി പുകയുന്നുണ്ടെന്ന് ഉറപ്പാണ്. ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് നിഷയുടെ വരവ് തടയിടാനാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. എന്നാൽ ആര് മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി തിരുത്തിയത് ഇവർ തമ്മിലുള്ള ഭിന്നത പരസ്യമാക്കിയിരിക്കുകയാണ്. നിഷ MLA ആവുകയും ജോസ് കെ മാണി രാജ്യസഭാ MP ആയി തുടരുകയും ചെയ്താൽ പാർട്ടിയിൽ തന്റെ സ്വാധീനം കുറയുമെന്ന് റോഷി വിഭാഗം ഭയപ്പെടുന്നുണ്ട്. ജോസ് കെ മാണി UDFലേക്ക് തിരിച്ചു പോകാൻ നടത്തിയ നീക്കങ്ങൾക്ക് തടയിട്ടത് റോഷി അഗസ്റ്റിൻ ആണെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ ഇതിന് തെളിവാണെന്നും വാർത്തകൾ പുറത്തുവന്നു കഴിഞ്ഞു. റോഷിക്ക് പുറമെ പാർട്ടിയിലെ ഭൂരിഭാഗം പ്രവർത്തകരും നിഷയുടെ വരവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിലവിൽ 5 MLA-മാരാണ് പാർട്ടിക്കുള്ളത്. ഇതിൽ റോഷി ഉൾപ്പെടെ 3 MLA-മാർക്കും ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കണമെന്നാണ്. ശേഷിക്കുന്ന MLA-മാരിൽ ജോബ് മൈക്കിളിനും പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല എന്നും കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ നിഷ ജോസ് കെ മാണി മത്സരിക്കുന്നതിന് മുൻപ് തന്നെ തോറ്റ അവസ്ഥയിലാണെന്ന് പറയാം. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ജോസ് കെ മാണി MLA ആണെങ്കിൽ അദ്ദേഹം തന്നെ മന്ത്രിയാകും. ഇവിടെ റോഷിയുടെ സാധ്യതകളാണ് അസ്തമിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി തോറ്റപ്പോൾ അവിചാരിതമായി ലഭിച്ച മന്ത്രിസ്ഥാനം റോഷിക്ക് നന്നേ പിടിച്ചുവെന്ന് പറയാം. അതിനുമപ്പുറം പിണറായി വിജയന്റെ വിശ്വസ്തനായ മന്ത്രി എന്ന പേരും റോഷിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊന്നും വെച്ച് മാറാൻ ആഗ്രഹിക്കാത്ത റോഷി അഗസ്റ്റിൻ പാലാ എന്ന പത്മവ്യൂഹത്തിലേക്ക് ജോസിനെ തള്ളിവിട്ടുവെന്ന് കരുതുന്നവരുമുണ്ട്. എന്തായാലും പാലായിൽ ഇത്തവണ താൻ തന്നെ മത്സരിക്കണമോ അതോ ഭാര്യ നിഷ ജോസ് കെ മാണിക്കോ മറ്റാർക്കെങ്കിലുമോ അവസരം കൊടുക്കണമോ എന്ന് രഹസ്യ പരിശോധനകൾ നടന്നു വരുന്നതിനിടെ അതിനെ അട്ടിമറിക്കുന്ന കരുനീക്കമാണ് റോഷിയുടെ കൽപ്പനയിലൂടെ വ്യക്തമാകുന്നത്. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. അത് പാർട്ടി തീരുമാനമാണ് എന്നാണ് റോഷി അസന്നിഗ്ധമായി പറഞ്ഞത്. അത് കേട്ട് തൊട്ടടുത്തിരുന്ന് അസ്വസ്ഥനാകുന്ന ജോസിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ചാനലുകളിലുണ്ട്. UDF ജോസിന് കൊടുത്ത ലൈഫ് ജാക്കറ്റ് തട്ടിക്കളഞ്ഞ റോഷി LDF-ൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ജോസിനെ അടുത്ത വാരിക്കുഴിയിലേക്ക് ആനയിക്കുന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അടുത്ത തവണ LDF അധികാരത്തിൽ വരില്ലെന്ന് 100% മുകളിൽ ഉറപ്പുള്ള വ്യക്തിയാണ് ജോസ് കെ മാണി. അതുകൊണ്ട് തന്നെ പാലായിൽ മത്സരിച്ച് ജയിച്ചാലും മന്ത്രിയാകാൻ പറ്റില്ല എന്നതിലും നല്ല ധാരണയുണ്ട്. ഒരു തവണ കൂടി തോൽക്കേണ്ടി വന്നാൽ അതിന്റെ ആഘാതം താങ്ങാൻ കഴിയുന്നതല്ലെന്നും ചെയർമാന്റെ അപ്രമാദിത്വം പോലും പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും നന്നായി അറിയാം. മത്സരിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഒരു ഭാഗ്യപരീക്ഷണവും ഞാണിന്മേൽ കളിയും എന്നതിൽ നല്ല ബോധ്യവുമുണ്ട്. മത്സരത്തിൽ നിന്ന് ഒഴിവാകാൻ ന്യായമായ കാരണങ്ങൾ പറയാനുമുണ്ട്. രാജ്യസഭാ MP സ്ഥാനം ഇനി 4.5 വർഷം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ വേണമെങ്കിൽ ജോസിന് തടിയൂരാം. ധൈര്യമുണ്ടെങ്കിൽ MP സ്ഥാനം രാജിവെച്ച് മത്സരിക്കാനുള്ള UDF വെല്ലുവിളി ഒരു കാരണവശാലും സ്വീകരിക്കില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. കയ്യിലുള്ള MP സ്ഥാനവും കൂടി നഷ്ടപ്പെടും എന്നത് മാത്രമല്ല, ഇനി വരുന്ന UDF-ന് ഭൂരിപക്ഷമുള്ള നിയമസഭയിൽ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് മാത്രമുള്ള മത്സരത്തിൽ LDF-ന് ജയം അസാധ്യമെന്നും CPM-ന് ഉത്തമ ബോധ്യവുമുണ്ട്.